കാണിക്കരുത്. അങ്ങനെ ചെയ്താൽ പിന്നെ ഞാൻ വരില്ലെന്നോർത്തോ. കരയാൻ തുടങ്ങിയവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവൻ കുർത്തയും മുണ്ടുമെടുത്തണിഞ്ഞു. അപ്പോഴേക്കും അവൾ ഫോണെടുത്ത് കുറേ സെൽഫി ക്ലിക്ക് ചെയ്തു. ഏട്ടാ സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. അമ്മാളു അവനെ നോക്കി തള്ളവരയിൽ ഉയർത്തി കാണിച്ചു. നീയല്ലേ പൊളിച്ചത്? എനിക്കാണെങ്കിൽ നിന്നെ കെട്ടിപ്പിടിച്ച് ഈ അധരം അങ്ങ് നുകർന്നെടുക്കാൻ തോന്നുക. അവളുടെ കീഴ്ചുണ്ടിൽ തഴുകിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു. ഛേ, അമ്പലത്തിൽ പോകാറുമ്പോഴാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നാണക്കേട്, അതും ഒരു കോളേജ് അധ്യാപകൻ. അമ്മാളു താടിക്ക് കൈയും കൊടുത്തു നിന്നുകൊണ്ട് വിഷ്ണുവിനെ നോക്കി. വലം കൈയാൽ തൻ്റെ മുടി മാടി ഒതുക്കിക്കൊണ്ട് അവൻ അമ്മാളുവിൻ്റെ അടുത്തേക്ക് വന്നു. അധ്യാപകനൊക്കെ അങ്ങ് കോളേജിൽ. ഇവിടെ ഇപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് ഞാൻ അവളുടെ ഭർത്താവ് മാത്രമാണ്. വികാര വിചാരങ്ങളൊക്കെ ആവോളമുള്ള നിൻ്റെ ഭർത്താവ്. അവൾക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി വിഷ്ണു പറഞ്ഞപ്പോൾ അമ്മാളു വീണ്ടും ഞെട്ടി. ഇങ്ങനൊരു ഭാവം അതും വിഷ്ണുവേട്ടനിൽ നിന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല, സ്വപ്നത്തിൽ പോലും. അതെ, ചിന്തിക്കാനുള്ള അവസരമൊക്കെ പിന്നെ തരാം, ആദ്യം നിർമ്മാലമൊക്കെ ഒന്ന് തൊഴുത് കഴിയട്ടെ പറഞ്ഞുകൊണ്ട് അവൻ ചെന്ന് വാതിൽ തുറന്നു. വരുന്നുണ്ടോ അതോ? വിഷ്ണു ശബ്ദമുയർത്തിയതും അമ്മാളു അവൻ്റെ പിന്നാലെ ഓടിച്ചെന്നു. അവർ രണ്ടാളും അച്ഛനും മാത്രമായിരുന്നു അമ്പലത്തിലേക്ക് പോയത്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയോട് പോരണ്ടെന്ന് അമ്മാളു തലേ രാത്രിയിൽ പറഞ്ഞിരുന്നു. കൈതവക്കിൽ കൂടെ മെല്ലെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചവർ മൂവരും എത്തിച്ചേർന്നപ്പോൾ കുറേ ആളുകൾ നിൽപ്പുണ്ട്. ഇത്രയും ആൾക്കാരൊക്കെ വരുമോ അമ്മാളുവേ? നല്ല തിരക്കുണ്ടല്ലോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് വിഷ്ണു ചോദിച്ചു. ഭയങ്കര ശക്തിയുള്ള മൂർത്തിയാണ്, വിളിച്ചാൽ വിളിപ്പുറത്താ. ചെരുപ്പൂരി വണ്ടിയിൽ തന്നെ ഇട്ടിട്ട് അവളും ഇറങ്ങി വന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നിന്നു. അച്ഛൻ ആ നേരത്തെ ക്യൂവിൽ കയറി സ്ഥാനം പിടിച്ചിരുന്നു. അമ്മാളുവും വിഷ്ണുവും കൂടി ആദ്യം കൊടിമരച്ചോട്ടിൽ നിന്നു. കൊടിക്കീഴിൽ തൊഴുത് നേർച്ചയിട്ട ശേഷമാണ് ഇരുവരും അച്ഛൻ്റെ അരികിൽ ചെന്ന് നിന്നത്. അതേ വിഷ്ണുവേട്ടാ, ആദ്യം ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ നടക്കുമെന്നാണ് പറയുന്നേ. എന്തെങ്കിലും കാര്യമായിട്ട് പ്രാർത്ഥിച്ച് ആഗ്രഹിക്കൂട്ടോ. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞതും വിഷ്ണു തല കുലുക്കി. 15 മിനിറ്റേ എടുത്തുള്ളൂ. അപ്പോഴേക്കും നട തുറന്നു. രണ്ടാളും ശ്രീകോവിലിൻ്റെ ഇടതും വലതും നിന്ന് ഭഗവാനെ കണ്ടു തൊഴുതു. അമ്മാളുവിന് മിഴികൾ നിറഞ്ഞു തൂവി. കാരണം തലേ ദിവസം വൈകുന്നേരം ദീപാരാധന തൊഴാൻ വന്നപ്പോൾ അവൾ അത്രമേൽ ആഗ്രഹിച്ചതായിരുന്നു ഇങ്ങനെയൊരു നിമിഷം. തൻ്റെ വിഷ്ണുവേട്ടനുമായി വന്നു നിന്ന് ഒന്ന് തൊഴുതു പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ അതിത്ര വേഗം സാധിച്ചു തരുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. ഒരുപാട് തവണ അവൾ നന്ദി പറഞ്ഞു. ഇനി എത്ര ജന്മമാണ് ഈ മണ്ണിൽ പിറന്നാലും എൻ്റെ അമ്മാളൂട്ടിനോടൊപ്പമായിരിക്കണം ജീവിതം. ഇവൾക്ക് പകരമാവാൻ മറ്റാർക്കും കഴിയില്ല. എന്നും എൻ്റെ പാതിയായി അമ്മാളുവിനെ തരണേ. അതായിരുന്നു വിഷ്ണു ആദ്യമായി പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും. നിറഞ്ഞ മനസ്സോടെ തൊഴുതിറങ്ങിയപ്പോൾ അമ്മാളുവിൻ്റെ വലം കൈ വിഷ്ണുവിൻ്റെ കൈക്കുള്ളിൽ ഭദ്രമായിരുന്നു. ചുറ്റമ്പല പ്രദക്ഷിണം കൂടെ കഴിഞ്ഞിട്ടാണ് അവർ പാർക്കിങ്ങിൽ വന്നത്. അപ്പോൾ അച്ഛൻ ആത്മരച്ചോട്ടിലിരിക്കുന്നത് അമ്മാളു കണ്ടു. വിഷ്ണുവേട്ടാ, അവിടെ ഒരു കുളമുണ്ട് കേട്ടോ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ പോവായിരുന്നു. അതൊക്കെ പിന്നെയാവാം അമ്മാളു. പടവുകളിൽ വഴക്കിലുണ്ടെങ്കിൽ ഇരുട്ടായതുകൊണ്ട് കാണാൻ പോലും പറ്റില്ല. നീ ഇപ്പോൾ വന്ന് വണ്ടിയിൽ കയറ്. അതെ, എന്തായിരുന്നു ആദ്യം പ്രാർത്ഥിച്ചത്? എന്നോടൊന്ന് പറയാമോ? അവളുടെ ചോദ്യം കേട്ട് ഒരു പുഞ്ചിരിയോടുകൂടി വിഷ്ണു ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. വീടെത്തും വരേക്കും അമ്മാളു അച്ഛനോട് കലവിലാന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ അച്ഛൻ അവളെ ശകാരിക്കുന്നുമുണ്ട്. ഇങ്ങനെയാണോ കുട്ടിയെ നീ അവിടെ? ഏതു നേരം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ദേഷ്യമാകും കേട്ടല്ലോ. അവിടെ ഞാൻ പക്ക ഡീസൻ്റ് ആണെച്ചാ. വായി നാക്കുണ്ടോ എന്ന് ആരെങ്കിലുമൊക്കെ വന്ന് തപ്പി നോക്കണം. അത്രയ്ക്ക് നല്ല കുട്ടിയാ. അല്ലെങ്കിൽ അച്ഛൻ മരുമകളോടും ചോദിച്ചു നോക്കിക്കേ. അമ്മാളു പറഞ്ഞതും വിഷ്ണു മുഖം തിരിച്ചെന്ന് അവളെ നോക്കി. അവനെ ഇളിച്ചു കാണിച്ചുകൊണ്ട് അവൾ മിണ്ടരുതെന്ന് ചൂണ്ടുവിരൽ ചുണ്ടിന്മേൽ മുട്ടിച്ച് ആംഗ്യം കാണിച്ചു. വീട്ടിലെത്തിയപ്പോൾ കുട്ടികൾ ആരും തന്നെ ഉണർന്നിരുന്നില്ല. അമ്മ പതിവ് പോലെ അടുക്കളയിലുണ്ട്. വേഷം മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മാളു നേരെ റൂമിലേക്ക് ചെന്നു. വിഷ്ണു അപ്പോൾ തൻ്റെ കുർത്ത അഴിച്ചു മാറ്റി ഇടുകയാണ്. അമ്മാളു വന്ന് വാതിലടച്ച് കുറ്റിയിട്ടതും വിഷ്ണുവിൻ്റെ കൈകൾ അവളുടെ വയറിന്മേൽ മുറുകി. വിഷ്ണുവേട്ടാ, എന്ത് കാണിക്കുന്നേ? അവൾ ഞെട്ടിത്തിരിഞ്ഞു. മിണ്ടരുത്. അവൻ പെട്ടെന്ന് അവളുടെ വായ പൊത്തിപ്പിടിച്ചു. എന്നിട്ട് പെണ്ണിനെ ചുവരിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു പിടിച്ചു. അപ്പോഴേക്കും അമ്മാളു മിഴികൾ ഇറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ മെല്ലെയൊന്ന് ഊതിയപ്പോൾ അവളൊന്ന് മിഴി ചിമ്മി. ആ നെറ്റിത്തടത്തിൽ ഒന്ന് ചുംബിച്ച ശേഷം വിഷ്ണുവിൻ്റെ അധരം താഴേക്കിറങ്ങി. അവളുടെ കവിളിൽ മാറി മാറി മുത്തിക്കൊണ്ട് മേൽചുണ്ടിൻ്റെ അടുത്തെത്തി നിന്നപ്പോൾ അമ്മാളുവിൻ്റെ നെഞ്ചിടി പേറി വന്നു. പതിയെ പതിയെ മുഖമടുപ്പിച്ച് ആ കീഴ്ചുണ്ടിൽ അവനൊന്ന് കടിച്ചു വിട്ടു. അപ്പോഴേക്കും അമ്മാളു അവനെ ഒന്ന് പുണർന്നു. മെല്ലെ മെല്ലെ അവൻ പെണ്ണിൻ്റെ അധരം നുകർന്നു വലിച്ചു. അവളുടെ തേൻ നുകർന്നുകൊണ്ട് ആ നാവിൽ അവൻ കെട്ടുപിണഞ്ഞു.
അവൾ മറ്റേതോ ലോകത്തായിരുന്നു. ഇടയ്ക്കൊന്ന് ശ്വാസം മുട്ടിയപ്പോൾ അവൻ്റെ പുറത്ത് അവൾ പോറൽ വീഴ്ത്തി. തൻ്റെ കയ്യിലേക്കൊരു തൂവലെടുക്കും പോലെ വിഷ്ണു അവളെ കോരിയെടുത്തുകൊണ്ടുവന്ന് ബെഡിൽ കിടത്തി. ശംഖു തോൽക്കുന്ന ആ വെൺകഴുത്തിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ ഉയർന്നു താഴുന്ന ആ മൃദുലമേനിയിൽ തൻ്റെ വലത് കൈകൾ കൊണ്ടൊന്ന് തലോടി വിട്ടതും പെണ്ണവനെ തള്ളി മാറ്റാൻ നോക്കി. അപ്പോഴേക്കും അവിടേക്ക് അവൻ മുഖം പൂഴ്ത്തിയിരുന്നു. മാളൂട്ടി, വാതിൽ തുറക്ക് പ്ലീസ്. പെട്ടെന്നായിരുന്നു വെളിയിൽ നിന്നും ആരു വിളിക്കുന്നത് ഇരുവരും കേട്ടത്. ആ വരുന്നടാ, ഒരു മിനിറ്റ്. അമ്മാളു മറുപടിയും കൊടുത്തു. വിഷ്ണു ആണെങ്കിൽ ദഹിപ്പിക്കും പോലെ അമ്മാളുവിനെ നോക്കി പേടിപ്പിച്ചു. എന്താ? അവൾക്ക് ചിരി പൊട്ടി. കുന്തം. അവരും വിട്ടുകൊടുത്തില്ല. തേ, എല്ലാം കൂടെ കടിച്ചെടുത്ത് എന്നെ തിന്നുവോ നിങ്ങൾ? എഴുന്നേറ്റിരുന്ന് തൻ്റെ ബ്ലൗസ് നേരെയാക്കിക്കൊണ്ട് അമ്മാളു അവനോട് ചോദിച്ചു. തിന്നാൻ തുടങ്ങിയപ്പോൾ എല്ലാം കളഞ്ഞു കുളിച്ചില്ലേ? പിന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് തോന്നിയ ദിവസം കാണിക്കുന്ന വിഷ്ണുവേട്ടാ? അതിന് ഞാനെന്തിനാ ചെയ്തത്? ഒരു ഉമ്മ തന്നല്ലേ ഉള്ളൂ. നിഷ്കു വാരി വിതറി വിഷ്ണു അവളെ നോക്കി പറഞ്ഞു. അവൻ്റെ കവളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്ത ശേഷം അമ്മാളു വാതിൽ തുറക്കാനായി ഓടി. 2 ദിവസം വളരെ വേഗം കഴിഞ്ഞുപോയി. വിഷ്ണു ആണെങ്കിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു. അമ്മാളും കുട്ടിപ്പട്ടാളങ്ങളും കൂടി 2 ദിവസം തകർത്ത് ആഘോഷിച്ചു. ഉത്സവവും താലവും വെച്ചുവാണിയും ഒക്കെയായി അവർ അങ്ങനെ നടന്നു. ഇന്നും കൂടി അമ്പലത്തിൽ നിർമാല്യം തൊഴുതു കഴിഞ്ഞാൽ അമ്മാളുവിൻ്റെ അമ്മയും അച്ഛമ്മയും ഒക്കെ നേർന്ന നേർച്ച പൂർത്തിയാക്കാം. കൊടിയിറക്കം വൈകിട്ടാണെങ്കിലും കോളേജിൽ പോകേണ്ടത് കൊണ്ട് നിർമാല്യം തൊഴുതു വന്ന ശേഷം എല്ലാവരും പെട്ടെന്ന് റെഡിയായി. വിഷ്ണു കാലത്തെ കാറുമായി വരുമെന്ന് പറഞ്ഞെങ്കിലും സിദ്ധാർത്ഥായിരുന്നു വന്നത്. അമ്മാളു അണിഞ്ഞൊരുങ്ങി മുറ്റത്ത് വന്നപ്പോൾ അച്ഛനുമായി സംസാരിച്ചു നിൽക്കുന്ന സിദ്ധുവേട്ടനെയായിരുന്നു കണ്ടത്. ഇത്തിരി വിഷമം തോന്നിയെങ്കിലും കോളേജിലെത്തുമ്പോൾ വിഷ്ണുവിനെ കാണാമെന്ന് കരുതി അവൾ ആശ്വസിച്ചു. അങ്ങനെ കാലത്തെ അമ്മയുണ്ടാക്കി കൊടുത്ത പുട്ടും കടലക്കറിയും ഒക്കെ കഴിച്ച ശേഷം എല്ലാവരും കൂടി സിദ്ധുവിൻ്റെ വണ്ടിയിൽ തിരികെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ആ ദിവസങ്ങളിൽ അമ്മാളുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അതീവ സന്തോഷത്തിലായിരുന്നു. അവളുടെ ശബ്ദവും ബഹളവും ഒക്കെയായി ആ വീട് ഉണർന്നിരുന്നു. പിന്നെ മറ്റൊരു വീട്ടിൽ വിവാഹം കഴിച്ചയച്ചതാണല്ലോ. അത് വേറെ ആരുമല്ല, സ്വന്തം സഹോദരന്റെ മകനും കൂടി ആയതുകൊണ്ട് രാമനും ലേഖയ്ക്കും അന്നവൾ പോയപ്പോൾ പറയത്തക്ക വിഷമമൊന്നും തോന്നിയില്ല. അമ്മാളുവിനെ കോളേജിലാക്കിയ ശേഷം കുട്ടികളുമായി സിദ്ധു സ്കൂളിലേക്ക് പുറപ്പെട്ടു. ക്ലാസ്സിലെത്തിയ പാടെ എല്ലാവരും ഓണം സെലിബ്രേഷൻ്റെ ചർച്ചയിലായിരുന്നു. അപ്പോഴായിരുന്നു വിഷ്ണു ക്ലാസ്സിലേക്ക് കയറി വന്നത്. അമ്മാളുവിൻ്റെ മുഖം പൂനിലാവ് ഉദിച്ചതുപോലെ വിരിയുന്നത് അവൻ കണ്ടു. ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ അവൻ മനോഹരമായി അവളെ നോക്കിയും ഒന്ന് പുഞ്ചിരിച്ചു. അതുമാത്രം മതിയായിരുന്നു പെണ്ണിന് സന്തോഷിക്കാൻ. ഈ വെള്ളിയാഴ്ചയാണ് കോളേജിൽ സെലിബ്രേഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. വിഷ്ണു ക്ലാസ്സിലെത്തിയപ്പോൾ കുറച്ച് സമയം ആ കാര്യം പറഞ്ഞു പോയി. പിന്നീട് അവൻ പഠിപ്പിക്കാൻ തുടങ്ങി. അമ്മാളും ഒന്നും പഠിച്ചിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് മനഃപൂർവ്വം അവൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ ഒഴിവാക്കിയിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ അവൾക്ക് ക്ലാസ് ഒന്ന് തീർന്നു കിട്ടണേ എന്നായിരുന്നു പ്രാർത്ഥന. കാരണം 2 ദിവസമായി അവനുമായിട്ടൊന്ന് അടുത്തിരുന്നിട്ട് പോലും. എങ്ങനെയൊക്കെ ആയാലും ശരി, വിഷ്ണുവായിട്ടില്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല. പിന്നെ ഇത് അമ്പലത്തിലെ നേർച്ചയായതുകൊണ്ടും ആ അമ്പലവുമായിട്ട് വല്ലാത്ത അടുപ്പമുള്ളതുകൊണ്ടും മാത്രമാണ് അമ്മാളു പിടിച്ചു നിന്നത്. പക്ഷേ വിഷ്ണുവേട്ടൻ അന്ന് രാത്രിയിൽ വരുമെന്നുള്ളത് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആ ഓർമ്മകളിൽ അവളുടെ ചുണ്ടിൻ്റെ കോടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അമ്മാളു, എന്താടി ഒരു കള്ളച്ചിരിയൊക്കെ? സത്യം പറഞ്ഞോ? ഈ മനസ്സിലായാലും ഉണ്ടോടി? അടുത്തിരുന്ന കല്യാണി അവളോട് പയ്യെ ചോദിച്ചതും അമ്മാളു അവളെ നോക്കി കണ്ണുരുട്ടി. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് ദിവസമായിട്ട് പെണ്ണി ചെറിയൊരിളക്കം പോലെ. മേടിക്കും കേട്ടോ. അമ്മാളു അവളുടെ കൈത്തണ്ടയിൽ അമർത്തി നുള്ളി. വിഷ്ണു എത്തും മുന്നേ ക്ലാസ് കഴിഞ്ഞ ശേഷം അമ്മാളു പാർക്കിങ്ങിലെത്തിയിരുന്നു. എന്നിട്ട് അവനെയും കാത്തു നിന്നു. അന്നാണെങ്കിൽ അവൻ ഓണം സെലിബ്രേഷനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിൽ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങി വന്നത്. നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന അമ്മാളുവിനെ അകലെ നിന്നും വിഷ്ണു കണ്ടു. പെണ്ണിനാകെ മൊത്തത്തിൽ എന്തൊക്കെയോ മാറ്റമുണ്ട്. അത് ക്ലാസ് ടൈമിലൊക്കെ തനിക്ക് നല്ലോണം മനസ്സിലായിരുന്നുവെന്ന് അവൻ ഓർത്തു. എന്തു പറ്റിയേട്ടാ ലേറ്റായത്? ഓണം സെലിബ്രേഷനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. 2-3 ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. കാറിൻ്റെ ഡോറ് തുറന്ന് രണ്ടാളും അകത്തേക്ക് കയറി. നിനക്ക് സെറ്റ് സാരി വേണോ അമ്മാളു? ഓ വേണ്ട, ഇനി അതൊക്കെ എടുത്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. നിനക്ക് വേറെ ബ്ലൗസ് ഒന്നുമില്ലേ? അതിന് മാച്ച് ചെയ്യുന്നൊരു സാരി എടുത്താൽ പോരെ? സെറ്റും മുണ്ടും ഒരെണ്ണുണ്ട് ഏട്ടാ, കല്യാണത്തിന് മേടിച്ചത്. ഞാൻ ആ കാര്യം മറന്നു കേട്ടോ, അവൾ തലയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു. എടുത്തു നോക്ക്, ഇല്ലേ പുതിയൊരെണ്ണം വാങ്ങാം. അവൻ പറഞ്ഞതും അമ്മാളു തലയാട്ടി. പിന്നീട് വീടെത്തും വരെയും പെണ്ണ് കലവിലാന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഉത്സവ വിശേഷമായിരുന്നു കൂടുതലും. എല്ലാം മൂളിക്കൊട്ടുകൊണ്ട് അവനും ഇരുന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞും അതേ അവസ്ഥയായിരുന്നു. പെണ്ണിന് പറഞ്ഞിട്ടും മതിയാവുന്നില്ല. പ്രഭയും മീരയും കേൾവിക്കാരായി അമ്മാളുവിൻ്റെ അപ്പുറവും ഇപ്പുറവുമുണ്ട്.
ചായ കുടിക്കാനായിരുന്നവൾ ഒരിറക്ക് പോലും കുടിക്കാതെ ഇരുന്ന് കഥ പറച്ചിൽ തന്നെ. ഒടുവിൽ വിഷ്ണു വന്ന് അവളെ വഴക്കു പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു മുകളിലേക്ക് വിട്ടു. ഫോൺ ബെല്ലടിച്ചതും മീര ചെന്ന് എടുത്തു നോക്കി. സിദ്ധു ആയിരുന്നു. ഹലോ ഏട്ടാ. ആ മീര, തിരക്കാണോ? അല്ല, എന്താ ഏട്ടാ വിളിച്ചത്? ആ രവിയും വേണിയും കൂടി വരുന്നുണ്ട്. അവളുടെ വിവാഹം ഉറപ്പിച്ചെന്നു. ഓ, എപ്പോഴാണ് വരുന്നത്? അവർ 8 മണിക്ക് മുന്നേ എത്തും. ഡിന്നർ കൊടുക്കാം അല്ലേ? കൊടുക്കാം ഏട്ടാ. വേറെ ആരൊക്കെയുണ്ട്? വേറെ ആരും ഇല്ലടോ, അവർ രണ്ടാളും മാത്രമാണെന്നാണ് പറഞ്ഞത്. ഓക്കെ ഏട്ടാ, ഞാൻ എന്നാ ഫുഡ് ഉണ്ടാക്കിക്കോളാം കേട്ടോ. മീര ഫോൺ വെച്ച ശേഷം അമ്മയോട് കാര്യം പറഞ്ഞു. പിന്നീട് രണ്ടാളും കൂടി അടുക്കളയിലേക്ക് പോയി. നോൺ ഐറ്റംസ് ആയിട്ട് കൊഞ്ചും ബീഫും ഇരിപ്പുണ്ട്. പെട്ടെന്ന് തന്നെ മീര അതെല്ലാം എടുത്ത് ഫ്രീസറിൽ നിന്ന് വെളിയിൽ വെച്ചു. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഉള്ളിയും സവാളയും ഒക്കെ എടുത്ത് പ്രഭ തൊലി കളഞ്ഞു വെച്ചപ്പോൾ ചപ്പാത്തിക്കുള്ള മാവെടുത്ത് മീര കുഴച്ചു വെച്ചു. കുട്ടികളെല്ലാവരും ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു. അതുകൊണ്ട് ആരും വിവരമൊന്നും അറിഞ്ഞില്ല. താഴെ എല്ലാ വിഭവങ്ങളും തയ്യാറായി കഴിഞ്ഞാണ് എല്ലാവരും ഇറങ്ങി വന്നത്. അമ്മാളും ഇവിടെ? ക്ലാസ് കഴിഞ്ഞില്ലേ മക്കളെ? ആരും മിച്ചും അടുക്കളയിലേക്ക് ചെന്നപ്പോൾ മീര ചോദിച്ചു. ചേച്ചി ഇപ്പോൾ വരും, ആരെയോ ഫോൺ വിളിക്കുക. ആരു അമ്മയോട് പറഞ്ഞു. ഇന്നെന്താ അമ്മേ ഇത്രയും സ്പെഷ്യല്? ഞങ്ങളെല്ലാവരും 2 ദിവസം ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ടുള്ള ആഘോഷമാണോ? ഓ അതെ അതെ, നിങ്ങൾ വന്നതിൻ്റെ ആഘോഷമാണ്. പിന്നെ ആ കൂടെ നമ്മുടെ വേണിച്ചേച്ചിയും മകളും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ കൂട്ടത്തിൽ അവർക്കും കൂടി വിളമ്പാമെന്ന് കരുതി. ബെസ്റ്റ്. അതിൻ്റെ ഒരുക്കങ്ങളാണോ? ഒരു കൊഞ്ച് ഫ്രൈ എടുത്ത് വായിലേക്ക് ഇട്ടുകൊണ്ട് ആരു ആസ്വദിച്ച് കഴിച്ചു. അപ്പോഴേക്കും മുറ്റത്തൊരു കാറ് വന്ന് നിന്നിരുന്നു. അവർ വന്നെന്ന് തോന്നുന്നു അല്ലേ അമ്മേ? മീര പറഞ്ഞപ്പോൾ പ്രഭ എഴുന്നേറ്റ് വെളിയിലേക്ക് ചെന്നു. വിഷ്ണുവിനെ വിളിക്കാനായി ഋഷിക്കുട്ടൻ മുകളിലേക്ക് ഓടി ചെന്നു. അവൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. അമ്മാളു ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നുണ്ട്. വേണിച്ചേച്ചി വന്നു. ചെറിയച്ചനോട് താഴേക്ക് വരാൻ അച്ഛമ്മ പറഞ്ഞു വിട്ടതാ എന്ന് പറഞ്ഞത് അമ്മാളു വിഷ്ണുവിനെ തറപ്പിച്ചു നോക്കി. അമ്മാളു വാടോ, നമുക്ക് ജസ്റ്റ് വേണിയൊന്ന് കണ്ടിട്ട് വരാം. വിഷ്ണു പറഞ്ഞതും അമ്മാളു അത് കേൾക്കാത്ത മട്ടിൽ അങ്ങനെ നിന്ന് തൻ്റെ പ്രവൃത്തി തുടർന്നു. കുറച്ച് നിമിഷങ്ങൾ കൂടി വെയിറ്റ് ചെയ്തിട്ട് അവൻ പതിയെ താഴേക്ക് ഇറങ്ങിപ്പോയി. അമ്മാളനുവാണെങ്കിൽ അത്ര നേരവും ഉണ്ടായിരുന്ന എല്ലാ സന്തോഷവും കെട്ടടങ്ങിയത് ഒരു നിമിഷം കൊണ്ടായിരുന്നു. ഇവിടെ നീ എന്തിന് ഇങ്ങോട്ട് കിടന്നടിയത്? കല്യാണം ഉറപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാത്രിയിൽ ആരെ കാണാൻ വന്നതാ? ഈ പണ്ടാരത്തിന് വീടും കുടിയൊന്നുമില്ലേ? പലവിധ ചിന്തകളാൽ അവൾക്ക് ദേഷ്യം ഇരട്ടിച്ചു. എന്നിരുന്നാലും ശരി, താഴേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാമെന്ന് കരുതി അവൾ അല്പനിമിഷങ്ങൾ കഴിഞ്ഞ് പതിയെ വാതിൽ തുറന്നിറങ്ങി. അപ്പോഴാണ് രവിയുടെ ശബ്ദം കേട്ടത്. ഓ, അപ്പനും മോളും കൂടിയാണോ വന്നത്? ഈ മറ്റാരെങ്കിലും ഉണ്ടോ ആവോ? താഴേക്കൊന്ന് എത്തി നോക്കി അവൾ സൂക്ഷ്മ പരിശോധന നടത്തി. അമ്മയും മിച്ചുവും വിഷ്ണുവേട്ടനും ഒക്കെ അവരോട് ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് അമ്മാളു സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നു. അവളെ കണ്ടതും രവിയെങ്കിൽ നന്നായി ഒന്ന് പുഞ്ചിരിച്ചു. വേണി പക്ഷെ അത്ര മൈൻഡ് ചെയ്തൊന്നുമില്ല. അമ്മാളുവിനോട് 1-2 കുശലമൊക്കെ ചോദിച്ച ശേഷം രവിയങ്കൾ വേണിയുടെ വിവാഹക്കാര്യം ധരിപ്പിച്ചു. അത് കേട്ടതും അവൾക്ക് 10 മടങ്ങ് ആശ്വാസവും സന്തോഷവും തോന്നി. നാശുവിനി എൻ്റെ വിഷ്ണുവേൻ്റെ പിറകെ വരില്ലല്ലോ. ഒരു നെടുവീർപ്പോടുകൂടി അമ്മാളു അടുക്കളയിലേക്ക് പോയി. ഓണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ചിങ്ങം 26-നായിരുന്നു വേണിയുടെ വിവാഹം. 4-5 മാസം കഴിഞ്ഞ് നടത്താമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചത്. എങ്കിലും പിന്നീട് ആ പ്ലാൻ മാറ്റി പെട്ടെന്ന് തന്നെ നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയായിരുന്നു. ഓണം സെലിബ്രേഷൻ ഒക്കെ കോളേജിൽ തകൃതിയായി കൊണ്ടാടിയ ശേഷം അമ്മാള് വിഷ്ണുവിൻ്റെ ഒപ്പം നേരെ ഒരു തുണിക്കടയിലേക്ക് പോയി. വീട്ടിലേക്കുള്ള ഓണക്കോടി എടുക്കുവാൻ വേണ്ടി 2 പേരുടെയും വീട്ടിലേക്ക് എടുക്കണം. ആദ്യം അമ്മാളുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും വാങ്ങി. അച്ഛനും മുണ്ടും ഷർട്ടും, അമ്മയ്ക്കൊരു കോട്ടൺ സാരിയുമായിരുന്നു. പിന്നെ അച്ഛമ്മയ്ക്ക് ഒരു സെറ്റും. ശേഷം വിഷ്ണുവിൻ്റെ അച്ഛനും ഏട്ടനും മേടിച്ചു. അത് കഴിഞ്ഞ് പ്രഭയ്ക്കും മീരയ്ക്കും ഓരോ സാരി. മീരയ്ക്ക് ഒരു കാഞ്ചീപുരം സാരി വാങ്ങിയപ്പോൾ പ്രഭയ്ക്ക് ഹാൻഡ്ലൂമിൻ്റെ ഒരു സെറ്റ് സാരിയായിരുന്നു വാങ്ങിയത്. കുട്ടികൾക്കൊക്കെ അവരെയുമായിട്ട് വന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചു. വേണിയുടെ കല്യാണത്തിന് എടുക്കാനായിട്ട് അമ്മാളുവിന് ഒരു ബോട്ടിൽ ഗ്രീൻ നിറമുള്ള കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്ക് സാരി വിഷ്ണു വാങ്ങിക്കൊടുത്തപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. പെണ്ണിൻ്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ വിഷ്ണുവിന് ചിരി വന്നുപോയി. ഇത്രയും വിലയുള്ളത് വേണം ഏട്ടാ? പതിയെ ശബ്ദം താഴ്ത്തി അവൾ ചോദിച്ചു. വേണം. ഈ സാരിയൊക്കെ എടുത്തൊന്ന് സുന്ദരിയായിട്ട് അവളുടെ മുന്നിൽ എൻ്റെ അമ്മാളു ചെത്തി നടക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. വിഷ്ണു മറുപടി കൊടുത്തപ്പോൾ അമ്മാളു വിഷണ്ണയായി നിന്നു. നിനക്കിഷ്ടമായോ? അല്ലെങ്കിൽ വേറെ എടുക്കാം. വേണ്ട, ഇത് മതി, എനിക്കിഷ്ടമായി ഏട്ടാ. ഓക്കെ. അമ്മാളുവിൻ്റെ ഇഷ്ടം നോക്കി അവനും ഒരു കുർത്തയും മുണ്ടും എടുത്തു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇരുവരും വീട്ടിലെത്തിയപ്പോൾ നേരെ 9 മണി കഴിഞ്ഞു. ഓണക്കോടി എല്ലാവർക്കും എടുത്തു കൊടുത്തത് അമ്മാളുമായിരുന്നു. കുട്ടിപ്പട്ടാളങ്ങൾക്ക് വിഷമമാവാതിരിക്കാൻ വിഷ്ണു പുറത്തുനിന്നും ഫുഡ് പാഴ്സൽ വാങ്ങിയാണ് വന്നത്. അത് കണ്ടതുകൊണ്ട് എല്ലാവരുടെയും മുഖം തെളിഞ്ഞു. അമ്മയ്ക്കും ഏട്ടത്തിക്കുമൊക്കെ അവർക്കായി വാങ്ങിയ സാരി ഒരുപാട് ഇഷ്ടമായിരുന്നു.
അമ്മാളുമാണ് സെലക്ട് ചെയ്തതെന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായി. റൂമിലെത്തി കുളി കഴിഞ്ഞ ശേഷം അമ്മാളു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സാരി എടുത്ത് ദേഹത്തേക്ക് വെച്ച് നോക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവൾ അതിൻ്റെ ഭംഗി ആസ്വദിച്ചു നിന്നു. വിഷ്ണു വന്ന് പിന്നിൽ നിന്നും പുണർന്ന് അവളെ കണ്ണാടിയുടെ മുന്നിൽ നിർത്തി. നോക്കട്ടെ എൻ്റെ അമ്മാളൂട്ടി ചുന്ദരിയായോന്ന്. അവൻ തൻ്റെ താടി അവളുടെ തോളിൽ മുട്ടിച്ചുകൊണ്ട് പെണ്ണിനോട് ചേർന്ന് നിന്നപ്പോൾ ആകെ കൂടി ഒരു പരവേശമായിരുന്നു അവൾക്ക്. 4-5 മാസം കൂടി എടുക്കും നിന്റെ എക്സാം കഴിയാൻ അല്ലേ അമ്മാളുവേ? വിഷ്ണു ചോദിച്ചതും അമ്മാളു ഒന്ന് മുഖം തിരിച്ചു നോക്കിയപ്പോൾ അവൻ അവളുടെ കവിളിൽ മൂക്ക് കൊണ്ടൊന്നുരസി. ഇടിയായിട്ട് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ, നല്ല അടിയുടെ കുറവാ.